ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7th ചാപ്റ്റർ കോർഡിനേറ്റ് ജിയോമെട്രി ഇതിലെ എക്സസൈസ് 7.2ലെ 4ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് -3, 10 ആൻഡ് 6, -8 ഈസ് ഡിവൈഡഡ് ബൈ -1, 6. -1, 6 എന്നുള്ള ഈ പോയിന്റ് -3, 10 അതുപോലെ 6, -8 എന്ന് ഉള്ള പോയിന്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഒരു റേഷ്യോയിൽ കട്ട് ചെയ്യാനല്ല, കട്ട് ചെയ്ത പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്കുണ്ട്, അത് ഏത് റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്ത് നോക്കാം. നമുക്ക് പോയിന്റ്സ് എയുടെ പോയിന്റ്സ് -3, 10, -3, 10. ബിയുടെ പോയിന്റ്സ് 6, -8, 6. ഇനി കട്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് പി എന്നെടുക്കാം. പോയിന്റ് പി -1, 6 ആണ്. നമുക്കിതിൻ്റെ റേഷ്യോ അറിയില്ല. നമുക്ക് തൽക്കാലം റേഷ്യോനെ k:1 എന്ന് വിചാരിക്കാം. എന്നിട്ട് ഈ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ഏത് റേഷ്യോയിലാണെന്ന് കിട്ടും. നമുക്ക് ആൻസർ, അതായത് ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് റേഷ്യോ തന്നു, അതിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ്, അതായത് ഈ പി എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, ഈ റേഷ്യോ. അപ്പോൾ k:1 എന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് പി, അത് നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻ റേഷ്യോയുടെ സെക്ഷൻ ഫോർമുല m2x1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2, m1y1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് സെക്ഷൻ ഫോർമുല. നമുക്ക് പി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള പോലെ ഉള്ള ഇക്വേഷൻ. നമുക്ക് ഈ പോയിന്റ്സ് അറിയാം, പി എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് അറിയാം. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് പിയുടെ വാല്യൂ -1, 6 ഈക്വൽ ടു, നമുക്ക് ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m1നെ നമ്മൾ k എന്നും m2നെ നമ്മൾ 1 എന്നും വിചാരിക്കുന്നു. അപ്പോൾ k × 6 പ്ലസ് 1 × -3, k + 1, വൈഡ് കോർഡിനേറ്റ്സ് m1, അതായത് k, -8, 1 ഡിവൈഡഡ് ബൈ k + 1. അപ്പോൾ ഇതിനെ നമ്മൾ കമ്പയർ ചെയ്താൽ നമുക്ക് 6 × k, 6k -3, -1 to 3, 6k -3 ഡിവൈഡഡ് ബൈ k + 1 ഈക്വൽ ടു, ഇവിടുത്തെ എക്സിൻ്റെ പോയിന്റ് ഈക്വൽ ടു -1 എന്നും, അതുപോലെ 6 ഈക്വൽ ടു ഈ പോയിന്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. ഇല്ല, നമ്മൾ ഇങ്ങോട്ടേക്ക് ഈ പോയിന്റ് നമുക്ക് ഈ കൂടെ തന്നെ എഴുതാം. അപ്പോൾ ഇവിടെ കിട്ടുന്നത് k × -8, -8k ഡിവൈഡഡ് ബൈ k + 1 ഈക്വൽ ടു നമുക്ക് 6 എന്ന് കിട്ടും. ഇവിടെ 6k -3 ഈക്വൽ ടു -1 × k + 1. അതുപോലെ ഇവിടെ കിട്ടുന്നത് -8k + 10 ഈക്വൽ ടു 6 × k + 1 എന്നും കിട്ടും. 6k -3 ഈക്വൽ ടു -k -1 എന്നായി. അപ്പോൾ കെനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു, നമ്പറിനെ മറ്റു സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 6k + k ഈക്വൽ ടു -1 + 3 എന്നാവുന്നു. അപ്പോൾ 7k ഈക്വൽ ടു 2 എന്ന് കിട്ടുന്നു. therefore k = 2/7 എന്ന് കിട്ടുന്നു. ഇനി -8k + 10 ഈക്വൽ ടു 6k + 6 × 1, 6 എന്ന് കിട്ടുന്നു. കെനെ ഒരു സൈഡിൽ കൊണ്ടിരുന്നു. അപ്പോൾ -8k - 6k ഈക്വൽ ടു, ഇവിടെയുള്ള 6 അവിടെയുണ്ട്, 6. ഇനി 10നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, -10. 6k + 8k, -6k + -8k, അതായത് -8 × 6 14, 14k ഈക്വൽ ടു 6 - 10, അതായത് -4. therefore k =
-4 divided by -14 equal to 4/14, അതായത് 2/7 എന്ന് കിട്ടും. ഇപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് 2/7 എന്ന് കിട്ടി രണ്ട് കേസിൽ. നമ്മുടെ റേഷ്യോ k:1 equal to 2/7 1 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ഒരുപോലെ ആക്കാം. അപ്പോൾ 2:1 × 7 7 2:7 ആണ് നമ്മുടെ റേഷ്യോ കിട്ടുന്നത്. അപ്പോൾ ദ റിക്വയർഡ് റേഷ്യോ ഈക്വൽ ടു 2:7 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതിലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എ 1 -5 ആൻഡ് ബി -4 5 ഈസ് ഡിവൈഡഡ് ബൈ ദ എക്സ് ആക്സിസ്. ഓൾസോ ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓഫ് ഡിവിഷൻ. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ചേർന്നിട്ടുള്ള ലൈൻ എ ബി എന്ന ലൈൻ ഡിവൈഡ് ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നതിൻ്റെ റേഷ്യോ കാണാം, അതുപോലെ ആ പോയിന്റിലെ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യത്തെ പോയിന്റ് എ എന്നെടുക്കാം, എ ബി എന്നുള്ള പറഞ്ഞു. അപ്പോൾ എ 1 -5, അതുപോലെ ബി -4 5. ഇനി എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് പി എന്നെടുക്കാം. പി അത് എക്സ് ആക്സിസ് ആയതുകൊണ്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം, വൈയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ പി എക്സ് 0, കാരണം ആക്സിസിനെയാണ് കട്ട് ചെയ്യുന്നത്. എക്സ് ആക്സിൽ വൈയുടെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. അതുകൊണ്ട് എക്സിന്റെ പോയിന്റ് നമുക്കറിയില്ല, എക്സിന്റെ വാല്യൂ അറിയില്ല, അതുകൊണ്ട് എക്സ് എന്നിട്ടു വൈയുടെ 0 ആണ്. ഇനി അതിനെ നമ്മൾ k:1 എന്നുള്ള റേഷ്യോയിലാണ് ഭാഗിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പോയിന്റ് P of x, 0 equal to m1 x2 plus m2 x1 divided by m1 plus m2 അതുപോലെ m1 y2 plus m2 y1 divided by m1 plus m2 equal to നമുക്ക് ഇവിടെ വാല്യൂ കൊടുക്കാം. x, 0 equal to k into -4 plus 1 into 1 divided by k plus 1, k into 5 plus 1 into -5 divided by k plus 1. ഇത് നമ്മൾ ചെയ്താൽ നമുക്കിവിടെ കിട്ടുന്നത് ഈക്വൽ ടു എക്സ് ആണ്, നമുക്കിവിടെ വാല്യൂ കിട്ടൂല. ഇത് ചെയ്യുന്നേക്കാളും എളുപ്പം നമ്മുടെ കെയുടെ വാല്യൂ കിട്ടാൻ ഈ സൈഡ് നോക്കുക. k × 5 ഈ ഭാഗം ചെയ്താൽ നമുക്ക് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇത് ചെയ്താൽ കെയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ k × 5 5k, 1 × -5 ഡിവൈഡഡ് ബൈ k plus 1 ഈക്വൽ ടു നമുക്ക് 0 എന്നെടുക്കാം. എക്സിന്റെ ഭാഗം നമ്മൾ ചെയ്യുന്നില്ല, നമുക്ക് കെയുടെ വാല്യൂ കിട്ടാൻ ഇതിലേതെങ്കിലും ഒന്ന് മതി. കഴിഞ്ഞ റോളത്തിൽ നമ്മൾ രണ്ടും ചെയ്തിരുന്നു, നമുക്ക് ഒരേ വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എക്സിൻ്റെയും ഇവിടെ എക്സും വൈയും കോർഡിനേറ്റ്സ് നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഇവിടെ നമുക്ക് എക്സിൻ്റെ കോർഡിനേറ്റ്സ് അറിയില്ല. ഇതിനെ സോൾവ് ചെയ്ത് നമുക്ക് എക്സും കെയും രണ്ട് വേരിയബിൾ ഉൾപ്പെടുന്ന വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പൂർണ്ണമായിട്ടും പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ വെച്ചിട്ട് കെയുടെ വാല്യൂ കണ്ടുപിടിച്ച് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്കിവിടെ കെയുടെ വാല്യൂ കിട്ടിയാൽ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 5k - 5 ഡിവൈഡ് ബൈ k plus 1 ഈക്വൽ ടു 0. ഇതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 5k - 5 ഈക്വൽ ടു 0 ഇൻറ്റു k plus 1 ആണ്, അത് 0 തന്നെ ആയിരിക്കും. അപ്പോൾ 5k - 5 ഈക്വൽ ടു 0. 5k ഈക്വൽ ടു ഈ -5 റൈറ്റ് സൈഡിലേക്ക് മാറി 5 ആയി. 5k ഈക്വൽ ടു 5. Therefore k equal to 5 divided by 5 equal to 1 എന്ന ആൻസർ കിട്ടും. Hence the required ratio equal to 1:1. അപ്പോൾ നമുക്ക് റേഷ്യോ കിട്ടി. അപ്പോൾ 1:1 ആണ് റേഷ്യോ. അതുകൊണ്ട് P of x, 0 മിഡ് പോയിന്റ് ഓഫ് എ ബി ആണ്. നമുക്ക് എ ബിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ ആ എക്സാക്ട് പോയിന്റ് നമുക്ക് കിട്ടും. അതിൽ വൈയുടെ വാല്യൂ നമുക്ക് 0 എന്നറിയാം. അപ്പോൾ എക്സിൻ്റെ മാത്രം വാല്യൂ കണ്ടുപിടിച്ചാലും മതി. അപ്പോൾ x ഈക്വൽ ടു x1 പ്ലസ് x2/2 ഈക്വൽ ടു x1 പ്ലസ് x2/2 y1 പ്ലസ് y2/2 ആണ് ചെയ്യേണ്ടത്. പക്ഷേ
എക്സ് ആക്സിലാണെന്നും വൈയുടെ വാല്യൂ 0 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ മുഴുവൻ ചെയ്യുന്നില്ല. എക്സിൻ്റെ വാല്യൂ മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് മാത്രം കണ്ടുപിടിക്കുന്നു. x1 + x2/2 അതായത് 1 - 4 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 1 - 4 - 3 ഡിവൈഡ് ബൈ 2. ദ പോയിന്റ് ഓഫ് ഡിവിഷൻ പി. എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചു. എക്സ് -3/2 0. ഇതാണ് നമ്മുടെ ആൻസർ. റേഷ്യോ കിട്ടി. അതുപോലെ പി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി.